പക്ഷേ നമസ്കാരം. നമസ്കാരം. ഒട്ടേറെ രാഷ്ട്രീയ ട്വിസ്റ്റുകൾക്കൊടുവിൽ പാലക്കാട് ഇന്ന് പരസ്യ പ്രചാരണമാണ്, കുട്ടിക്കലാശാണ്. എന്ത് ഞെട്ടലുകളാണ് ഈ വോട്ടെടുക്കുമ്പോൾ പാലക്കാട് എന്ത് നമുക്ക് തരുന്നതെന്ന് നമുക്കറിയില്ല. കൃഷ്ണകുമാർ ആയിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമോ ജയിക്കുക എന്നൊരു നിർണായകമായ ചോദ്യമാണ് പാലക്കാട് ഉയർത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സി കൃഷ്ണകുമാർ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനേക്കാളും എന്തുകൊണ്ടും പാലക്കാട് വിജയിക്കാൻ വേണ്ടിയിട്ട് അർഹൻ. കാരണം ഡയലോഗ് അടി കൊണ്ട് മാത്രം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളല്ല സി കൃഷ്ണകുമാർ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡയലോഗ് അടി കൊണ്ട് മാത്രം രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഇന്നലെ കുരുത്ത ഒരാളല്ല കൃഷ്ണകുമാർ. അങ്ങനെ തന്നെയല്ലേ? ശ്രീ കൃഷ്ണകുമാറിന് തന്നെ ആയിരിക്കില്ലേ ഇവിടെ ശരിക്കും അർഹൻ? ശ്രീ കൃഷ്ണകുമാർ തന്നെയല്ലേ? ഇത് തന്നെയാണ് പാലക്കാട്ടെ പ്രശ്നം. പാലക്കാട് സത്യത്തിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞ ആഴ്ച അവസാനിക്കേണ്ടതാണ്. അവിടെ കൽപ്പാത്തി രഥോത്സവം പ്രമാണിച്ച് ഇലക്ഷൻ കമ്മീഷൻ പലരുടെയും അപേക്ഷയെ മാനിച്ചിട്ട് ഒന്ന് നീട്ടിവെച്ചതാണ്. അതുകൊണ്ടുണ്ടായ ഗുണമുണ്ട് ദോഷമുണ്ട്. അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ വയനാടും ചേലക്കരയും പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന വലിയ നേതാക്കളെല്ലാം കൂടി വന്നിട്ട് പാലക്കാട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനും അവിടെ ബഹളമയമാക്കാനും അവിടെ കുറെ കൂടി ശക്തമായ പ്രചരണം നടത്താനും ഇടയാക്കി. രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായി. സന്ദീപ് വാര്യരുടെ മാറ്റവും ഉൾപ്പെടെ, കാരണം അദ്ദേഹത്തിൻ്റെ കൂടി വലിയ സ്വാധീനമുള്ളൊരു മണ്ഡലമാണല്ലോ. അതേ സമയത്ത് അതിൻ്റെ ഒരു നാശം എന്താണെന്നറിയോ? ഈ ഒരാഴ്ചത്തേക്ക് മാത്രം നമ്മൾ ചെലവിട്ട, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ ചെലവിന് പുറമെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ചെലവിട്ട കോടികൾ, മനുഷ്യാധ്വാനം, അതൊക്കെയും അമിതമായി തീർന്നിട്ടുമുണ്ട്. എന്തായാലും പാലക്കാട്ടെ ഇലക്ഷൻ്റെ പ്രശ്നം ഇത് തന്നെയാണ്. ആര് ജയിക്കും, ആരും ജയിക്കാം എന്നൊരു സാധ്യത പാലക്കാട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ആളുകളെ വ്യക്തിപരമായിട്ട് വിലയിരുത്തുകയും ചെയ്യാം. പക്ഷെ വ്യക്തികൾക്കപ്പുറത്ത് രണ്ട് കാര്യമുണ്ട്. വ്യക്തികൾ വളരെ പ്രധാനമാണ് പുതിയ കാലഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിൽ. ജനങ്ങൾ വളരെ വിജിലൻ്റാണ്. ജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ചെയ്തികൾ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുന്നത് പോലെ തന്നെ വ്യക്തികളുടെ നിലപാടും പെരുമാറ്റവും സംസ്കാരവും ഒക്കെ വിലയിരുത്തും. അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ പാലക്കാട്ട് ഉയരുന്ന ഒരു ചോദ്യം, ഞാൻ ആര് എന്നതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ മുമ്പേ വേണ്ടത് 3 മുന്നണികൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അത് ഒരു പക്ഷേ കേരളത്തിലെ അത്യപൂർവം മണ്ഡലങ്ങളിലുള്ള ഒരു പ്രത്യേകതയാണ്. അത്യപൂർവം മണ്ഡലങ്ങളിൽ എങ്ങനെയാണ്? തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. സരിൻ എന്ന വ്യക്തിയല്ല, വ്യക്തിപരമായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ 3 പേരെയും നമുക്ക് 3 പേരെയും നമ്മൾ ദൂരെ നിന്നാണല്ലോ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുമ്പോൾ സരീനാണെങ്കിൽ ഏറ്റവും മോശം വ്യക്തിത്വം പ്രകടിപ്പിച്ച ഒരാൾ. അധികാരമോഹമല്ലാത്ത മറ്റൊന്നും അദ്ദേഹം ഇന്ന് വരെ പറഞ്ഞ പൊളിറ്റിക്സിലില്ല. അങ്ങനെ വ്യക്തിപരമല്ലാന്ന് തോന്നുന്നു പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ്. കാരണം പാലക്കാട്ട് ആ നഗരസഭയ്ക്കകത്ത് BJPക്ക് നല്ല മുൻതൂക്കം ഉള്ളപ്പോഴും, നഗരസഭ മാത്രമല്ലല്ലോ മണ്ഡലം, പാലക്കാട് ജില്ലയും പാലക്കാട്ടെ പ്രധാനപ്പെട്ട നഗരസഭയ്ക്ക് പുറത്തുള്ള പ്രദേശങ്ങളും CPM-നും ഇടതുപക്ഷത്തിനും നല്ല സ്വാധീനമുള്ള മേഖലകളാണ്. CPM-നെയും ഇടതുപക്ഷത്തെയും നമുക്ക് പാലക്കാട് മണ്ഡലത്തിൽ ഒട്ടും കുറച്ച് കാണാൻ പറ്റില്ല. അപ്പോൾ ഒപ്പത്തിനൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഷാഫി പറമ്പിൽ കഴിഞ്ഞ കുറേ കാലമായിട്ടുണ്ടാക്കിയ മുന്നേറ്റവും പരമ്പരാഗതമായി കോൺഗ്രസ്സിന് നല്ല സ്വാധീനമുള്ളൊരു പ്രദേശവും ആയതുകൊണ്ടാണ്. BJP ആണെങ്കിൽ നേരത്തെ തന്നെ വളരെ അടിസ്ഥാന ഒരു ബേസ്, ഒരു ഹിന്ദുത്വ ബേസ് അവർക്കുണ്ട്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന അവിടുത്തെ ഏറ്റവും ജനപ്രിയനായ, പ്രാദേശിക തലത്തിൽ നല്ല ബന്ധങ്ങളുള്ള, ആഴത്തിൽ വേരുകളുള്ള ഒരു നേതാവാണ് കൃഷ്ണകുമാർ. ഇതുമാണ് ചിത്രം. ഈ 3 മുന്നണികൾ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ബലാബലത്തിൽ, പ്രത്യേകിച്ചും ഇലക്ഷനോട് അടുക്കുമ്പോൾ ഫോട്ടോ ഫിനിഷാണ്, ആര് ജയിക്കും എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതേസമയത്ത് നമ്മൾ ഇതിനെ വിജയം വിലയിരുത്തേണ്ടത് അടുത്ത ഫാക്ടറാണ്, ഓരോ മുന്നണിയുടെയും നെഗറ്റീവ് ഫാക്ടർ. അതിലിപ്പോൾ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ പ്രഭാവം ഒരു ഘടകമാണ്. അത് ഈ പറഞ്ഞ പോലെ അത് ഏറ്റവും കുറഞ്ഞത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്കാണ്. കാരണം ഇടതുപക്ഷം തലേന്ന് രാത്രി വരെ കോൺഗ്രസ്സുകാരനായ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വോട്ട് പിടിക്കാവുന്ന ജനസ്വാധീനമുള്ള ജനപ്രിയനായ ഒരു നേതാവിനെ ഇടതുപക്ഷത്തിന് അവിടെ പ്ലേസ് ചെയ്യാനില്ല എന്നുള്ളത് അത് ഇടതുപക്ഷത്തിൻ്റെ 1ാം റൗണ്ട് പരാജയമാണ്. എടുക്കാം, ലീഡർഷിപ്പ് എടുക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ ലീഡർക്ക് വേണ്ട. എനിക്ക് തോന്നുന്നു അങ്ങനെ നോക്കുമ്പോൾ നീ പറഞ്ഞ പ്രഭാഷണ പരത എന്നൊക്കെ പറയില്ലേ, വാചകം കൊണ്ട് മാത്രം എന്നൊക്കെ പറയുന്നത് നമ്മുടെ രാഷ്ട്രീയത്തിലെ എല്ലാ കാലത്തെയും അത് മാറി വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ എന്നും
ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഘടകം തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ. മനോഹരമായി സംസാരിക്കുന്നവരെ ഇഷ്ടമാണ്. നമുക്ക് എന്തുകൊണ്ടായിരുന്നു ഇപ്പോൾ സന്ദീപ് വാര്യർ ഇത്ര ജനപ്രിയനായത്? അത് അദ്ദേഹം BJPക്ക് അത്ര അഭിമാനം അല്ലാതിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ഫയർ ബ്രാൻഡ് ആവുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ഈ കോലാഹലങ്ങൾക്കിടയിലും കേരളത്തിലെ ഇപ്പോൾ MP രാജേഷിനെ എന്തൊക്കെ പറഞ്ഞാലും ആളുകൾ ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരെ ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് രാഹുലിൻ്റെ ഏറ്റവും വലിയ ഗുണം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഗംഭീരമായി സംസാരിക്കുന്നു. 2, രാഹുലിനെ അത് വളരെ പ്ലസ് പോയിൻ്റാണ്. കാരണം രാഹുൽ അവിടെ വന്ന് പത്തനംതിട്ടയല്ലേ, പത്തനംതിട്ടയിൽ നിന്ന് അവിടെ വന്ന് നിൽക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് നിൽക്കാം. അങ്ങനെ ഒരാൾ ഒരു മണ്ഡലത്തിലെ MLA മാത്രമായിട്ട് ഒതുങ്ങാനുള്ള ആളല്ല, അയാൾക്ക് വലിയ രാഷ്ട്രീയ ഭാവിയുണ്ട്. അങ്ങനെ ഒരാൾക്ക് തീർച്ചയായിട്ടും അത്തരം ക്വാളിറ്റീസ് വേണം. പിന്നെ വ്യക്തിപരമായി ദുഷ്പേരൊന്നും അങ്ങനെ വല്ലാതെ കേൾപ്പിച്ചതായി കണ്ടിട്ടില്ല. കാരണം പണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിൽ എന്തോ കൃത്രിമ വോട്ടുകൾ ചേർത്തു എന്നൊക്കെയുള്ള അതൊക്കെ ആളുകൾ തന്നെ ഉപേക്ഷിച്ച് കഴിഞ്ഞ കേസാണ്, നമ്മളത് കളയേണ്ടതില്ല. അപ്പോൾ അതാണ് രണ്ടാമത്. മൂന്നാമത്തെ ആൾ കൃഷ്ണകുമാർ എന്ന വ്യക്തിപരമായ ആളുകൾക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു. അത് ആ മണ്ഡലത്തിലെ BJPക്കാർ പറയുന്നത് കൃഷ്ണകുമാറിനെ അവർക്ക് ഇഷ്ടമാണ് എന്നാണ്. അപ്പോൾ സ്ഥാനാർത്ഥികളെ നോക്കുമ്പോൾ ഇതിൽ എനിക്ക് തോന്നുന്നു സരിൻ കുറച്ച് പുറകോട്ട് പോകുന്നു. ഈ മറ്റ് 2 പേരും വ്യക്തികൾ എന്ന നിലയിൽ, ഒരാൾ പ്രാദേശികമായിട്ടും മറ്റൊരാൾ രാഷ്ട്രീയത്തിലെ ഭാവിയും അദ്ദേഹം വഹിക്കുന്ന പദവി വെച്ചിട്ട്. ഇപ്പോൾ കൃഷ്ണകുമാറിന് അത്ര വലിയ പ്രഭാഷകനാവേണ്ട കാര്യമില്ല, രാഹുൽ മാങ്കൂട്ടത്തിന് പ്രഭാഷകനാവുക തന്നെ വേണം. അങ്ങനെ നോക്കുമ്പോഴും അതങ്ങനെ പരിഗണിക്കാവുന്നേ ഉള്ളൂ. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഒരു മണ്ഡലത്തിൽ ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുമ്പോൾ പാർട്ടിക്കകത്തും മുന്നണിക്കകത്തും പ്രശ്നങ്ങളുണ്ടോ, അതെവിടെയൊക്കെയാണ്? അങ്ങനെയാവുമ്പോൾ അത് ഏറ്റവും കൂടുതലുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ BJPയിലാണ് അവിടെ. കാരണം സന്ദീപ് വാര്യർക്ക് അവിടെ നല്ല അനുയായികളുണ്ടെന്ന് അദ്ദേഹം അവകാശപ്പെട്ടില്ലെങ്കിൽ പോലും ആളുകൾക്കറിയാം. ഉണ്ടായതുകൊണ്ടാണല്ലോ സന്ദീപിനോട് വലിയ ഗ്രൂപ്പ് കളിക്കാൻ അവിടെ എല്ലാവർക്കും താല്പര്യം തോന്നി. കൃഷ്ണകുമാറിന് പോലും വലിയ വിരോധം തോന്നിയത്, K. സുരേന്ദ്രൻ പോലും അദ്ദേഹത്തെ വേണ്ട വിധം പരിഗണിക്കാതിരുന്നത് അതുകൊണ്ടാണല്ലോ. അപ്പോൾ BJPക്ക് അകത്ത് പ്രശ്നങ്ങളുണ്ട്. എന്തൊക്കെ? ഒരു ഘടകം ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഘടകം, അത് ഗൗതം കൂടി കമൻറ്റ് ചെയ്യുമ്പോഴേ പൂർത്തിയാവുള്ളൂ. അപ്പോൾ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങളുള്ളത് എവിടെയെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലുള്ളത് BJPയിലാണെന്ന് വേണം നമുക്ക് കാണാൻ, നമ്മൾ അകന്ന് നിരീക്ഷിക്കുമ്പോൾ. രണ്ടാമത്തേത്, അത്ര തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് പുറത്തു വന്ന വിവരങ്ങൾ CPMലുണ്ട്, ഇടതുപക്ഷത്തുണ്ട്. എന്നുവെച്ചാൽ ഈ സരിൻ വന്ന രീതി, സരിനെ സ്ഥാനാർത്ഥിയാക്കിയ രീതി, അതിലുണ്ടായ പൊട്ടിത്തെറികൾ, അതിൽ ഇവർ പാർട്ടിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പ് തിരിഞ്ഞ് പലരായി അതിനെ സ്വീകരിച്ച രീതി ഒക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു പെട്ടി വിവാദം ഉണ്ടായല്ലോ അവിടെ. ആ പെട്ടി വിവാദമാക്കേണ്ടതില്ല എന്ന് സരീൻ പറഞ്ഞു. അതിനെ പിന്തുണച്ചുകൊണ്ട് NN കൃഷ്ണദാസ് രംഗത്ത് വന്നു. അതല്ല CPMൻ്റെ രാഷ്ട്രീയം ഞാൻ പറയുമെന്ന് സുരേഷ് ബാബു, അവിടുത്തെ പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞു. ജില്ലാ സെക്രട്ടറിയെ പിന്തുണച്ചുകൊണ്ട് MP രാജേഷ് വന്നു. ഇങ്ങനെ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമായി നിലനിൽക്കുന്നതായിട്ട് ഇടതുപക്ഷത്തിൻ്റെ വേദിയിൽ നിന്നും വന്നിട്ടുണ്ട്. താരതമ്യേന അക്കാര്യത്തിൽ കുറച്ച് വന്നത് കോൺഗ്രസ് മുന്നണിയിലാണ്. താരതമ്യേന കുറച്ച് വന്നത് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു, അവരത് അതിവേഗത്തിൽ സോർട്ട് ഔട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഇങ്ങനെയുള്ള ഫാക്ടേഴ്സാണ് നമ്മൾ രാഷ്ട്രീയ വിശകലനം നടത്തുമ്പോൾ ആര് ജയിക്കുമെന്ന് പറയുന്നതിന് മുമ്പേ ആലോചിക്കേണ്ടത് ഇത്തരം വിഷയങ്ങളാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ പാലക്കാട് നമ്മളെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിന് പിന്നാലെ BJP അണികൾക്കിടയിൽ ഒരു വല്ലാത്ത ആവേശമുണ്ടായിട്ടുണ്ട്. അതായത് ഒരു വാശി, സന്ദീപിനോടുള്ളൊരു വാശീൻ്റെ പുറത്ത് ഞങ്ങൾ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കും, ഒരു യൂണിറ്റി അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പാർട്ടിയിൽ തന്നെ സന്ദീപ് തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ കൃഷ്ണകുമാർ തോൽക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കാരണം അവിടെ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന് സീറ്റ് കൊടുത്തില്ല, സന്ദീപിനോട് കാണിച്ചത് നീതിയാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സന്ദീപ് പാർട്ടിയിൽ തന്നെ തുടർന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും സന്ദീപിനെ എതിർക്കുന്നു. സുരേന്ദ്രന് അനുകൂലികളായിട്ട് ഒരുപാട് പേര് വരുന്നു. നേരത്തെ സുരേന്ദ്രനോട് വിമർശനപരമായി സമീപിച്ചവരൊക്കെ സുരേന്ദ്രനാണ് ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ പാലക്കാട് നിന്ന് ഈ സന്ദീപ് വാര്യർ പോയത് യഥാർത്ഥത്തിൽ കൃഷ്ണകുമാറിനെ ജയിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുകയാണ്. അത് അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാം, തീർച്ചയായിട്ടും ഉന്നയിക്കാം. ഒരു പക്ഷേ അത് ശരിയുമായിരിക്കും. കാരണം ഈ ഘട്ടത്തിൽ പാർട്ടിയെ ജയിപ്പിച്ചില്ലെങ്കിൽ
അത് പാർട്ടിക്ക് വളരെ വലിയ അപകടം ഉണ്ടാക്കും എന്നൊരു ചിന്ത ആത്മാർത്ഥമായി പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കിടയിൽ ഉണ്ടാവാം. അതുകൊണ്ട് സന്ദീപ് പോയതുകൊണ്ട് ഒരു തരം വാശി BJPക്കകത്ത് ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും അന്തിമമായ വിശകലനത്തിൽ എനിക്ക് തോന്നുന്നത് അവിടെ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫോട്ടോ ഫിനിഷിങ്ങിൽ മോശമല്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ച് കയറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ കണക്ക് കൂട്ടുന്നത് അങ്ങനെയാണ്. അതിന് ഒരു അഡീഷണൽ ഫാക്ടർ ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പറയാത്ത ഒരു ഫാക്ടർ ഉണ്ട്. എന്താ അറിയോ? ഒരു മണ്ഡലത്തിൽ വിപുലവും വ്യാപകവുമായ സ്വാധീനം ഒരു MLA എന്ന നിലയിൽ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ആഴത്തിൽ ജനമനസ്സിൽ അവർക്ക് ഉപകാരം ചെയ്തും അവരോട് സഹോദര തുല്യനായി പെരുമാറിയും ഒക്കെ അവർക്കിടയിൽ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കിയെടുത്ത ഒരാൾ ഇതെൻ്റെ സ്ഥാനാർത്ഥിയാണ്, ഇവനെ നിങ്ങൾ ജയിപ്പിക്കണം എന്ന് പറയാൻ അവിടെ UDFന് മാത്രമേ ഉള്ളൂ. ആ ക്വാളിറ്റി മറ്റാർക്കുമില്ല. ഇവൻ എൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പാലക്കാട്ടെ വ്യത്യസ്ത ഗ്രൂപ്പുകളായിട്ട് നിൽക്കുന്ന ഒറ്റ CPM-മാരനും പറയാൻ പറ്റില്ല. കാരണം തലേന്ന് വരെ ഇവരുടെ ആരുടെയും സ്ഥാനാർത്ഥിയല്ല. മാത്രമല്ല വലിയ നിരാശ, തെരഞ്ഞെടുപ്പ് അടുക്കും തോറും വലിയ നിരാശനായി സരിൻ പിന്മാറുന്നു തുടങ്ങിയ ഉൾവലിയുന്നു തുടങ്ങിയ വാർത്തകൾ, വ്യക്തിപരമായ ഇഷ്യൂസ്, കുടുംബ പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് എവിടെയാണ് വീട്, എവിടെയാണ് വോട്ട് തുടങ്ങിയ തർക്കങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം വളരെ വൈകാരികമായി, എന്നും വൈകാരികമാണ്. തനിക്ക് സ്ഥാനമാനങ്ങൾ എന്നതല്ലാത്തൊരു അജണ്ടയും സരിൻ്റെ അജണ്ടയിലുള്ളതായിട്ട് ഡോക്ടർ ആയതുകൊണ്ടൊന്നും കാര്യമില്ല, നമുക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് സരിൻ ഔട്ട് ഓഫ് പിക്ചർ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഉള്ളത് 2 സ്ഥാനാർത്ഥികളാണ്. BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. ആ മത്സരത്തിൽ ഇപ്പോഴത്തെ ഒരു ചിത്രം വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് തോൽക്കാൻ ന്യായങ്ങളില്ല. ജയിക്കാനാണെങ്കിൽ ഒട്ടേറെ ഫാക്ടേഴ്സ് ഉണ്ട് താനും. കോൺഗ്രസ്സിലെ മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ, പാലക്കാട്ടെ പൊളിറ്റിക്സിൽ നമ്മൾ കണ്ട ചലനങ്ങൾ മാത്രം വെച്ച് നോക്കിയാൽ, സി കൃഷ്ണകുമാർ ഒട്ടും മോശമായ സ്ഥാനാർത്ഥിയല്ല. പാലക്കാട്ടെ ഒരു ജനസ്വാധീനം വെച്ച് അദ്ദേഹത്തിൻ്റെ മേന്മ, അദ്ദേഹത്തിൻ്റെ മെറിറ്റ് ഒക്കെ അടിത്തട്ടിൽ അദ്ദേഹം പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് വാചകമടി ഉണ്ടാവില്ലായിരിക്കും, പക്ഷെ നല്ലൊരു പ്രവർത്തകനാണ്, നല്ലൊരു സംഘാടകനാണ്. ഒട്ടും മോശമല്ല. പക്ഷേ അതിൻ്റെ എന്താ വെച്ചാൽ പുതിയ ജനറേഷൻ്റെ വോട്ടുണ്ട്. പുതിയ ജനറേഷനിൽ ഈ അടിത്തട്ടിലെ പ്രവർത്തകനാണോ, പഴയ പാരമ്പര്യമുണ്ടോ എന്നതിനേക്കാൾ എൻ്റെയും നിൻ്റെയും മക്കൾ ഈ മാനദണ്ഡമൊന്നുമല്ല നോക്കുക. അയാൾ എങ്ങനെ എന്താണ് കാണുന്നത്, പുറമേ കാണുന്നതാണ്. അയാളുടെ ഷോ എങ്ങനെയുണ്ട്, അയാളുടെ വാക്കുകൾ എങ്ങനെയുണ്ട്, അയാളുടെ പ്രകടനം എങ്ങനെയുണ്ട്, അയാളുടെ വാഗ്വാദങ്ങൾ, ഡിബേറ്റ്സ് എങ്ങനെയുണ്ട്. കൃഷ്ണകുമാറിനെ ഡിബേറ്റ്സിൽ കാണുന്നത് പോലും പാലക്കാട് തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ അയാൾ ഇവിടെ ഏത് ഡിബേറ്റിലാണ്, BJPയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആവാം. അപ്പോൾ അതിൻ്റെ പരിമിതിയൊക്കെ ഉണ്ട്. ആ പാരമ്പര്യമല്ല, പലപ്പോഴും പ്രകടനം കൂടിയാണ് തിരഞ്ഞെടുപ്പ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളെ സുരേന്ദ്രൻ നടത്തിയ ചില മാധ്യമങ്ങൾക്ക് നൽകിയ ചില ഇൻ്റർവ്യൂകളിലും ഇതിലൊക്കെ വല്ലാത്തൊരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ട്. 23-ന് ശേഷം കണ്ടോളൂ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാജിവെക്കേണ്ടി വരും, പ്രതിപക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ കണ്ടു. സുരേന്ദ്രൻ അത്തരം വാചാടോപങ്ങൾ പലപ്പോഴും നേരത്തെ നടത്തിയിട്ടുണ്ട്, എത്രയോ തവണ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ്റെ പ്രസ്താവനകൾക്ക് കേരളം അത് അർഹിക്കുന്ന പരിഗണന മാത്രം കൊടുക്കുന്നത്. ഞാനത് പരിഗണിക്കുന്നേ ഇല്ല. അത് അന്ന് അത്തരത്തിലൊരു കോൺഫിഡൻസ് അത് ആവശ്യമുണ്ട്. ഒരു പാർട്ടി പ്രസിഡന്റിന് അണികൾക്ക് ഒരു ആത്മവിശ്വാസം കൊടുക്കേണ്ട സമയം, പ്രധാനപ്പെട്ട ഒരാൾ പോയത് വലിയ വിവാദമായി തീരുമ്പോൾ അണികൾക്കൊരു വലിയ ആത്മവിശ്വാസം കൊടുക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹം നിർവഹിക്കുന്നു. പക്ഷേ സുരേന്ദ്രൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. ആകാശത്ത് പറന്ന് നടക്കുന്ന അപ്പൂപ്പൻ താടികളല്ല സംഘപരിവാർ പ്രവർത്തകർ, ഭൂമിയിൽ കാലുറപ്പിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്, അതുകൊണ്ട് ജയിക്കും. ഞാൻ കേട്ടു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ ഒരു സ്റ്റാർ എന്താ പറയുക, സൈബർ പ്രചാരകനും ഈ ചാനൽ പ്രചാരകനും മാത്രമാണ് അണികൾക്കിടയിൽ വേരുകളില്ല. അതൊന്ന് സന്ദീപ് വാര്യരെ കുറിച്ച് ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അദ്ദേഹത്തിന് ഉള്ളിടത്ത് വേരുകളൊക്കെ ഉണ്ട്. അദ്ദേഹം അധികം ഞങ്ങളുടെ അവിടെ നിന്നൊന്നും അധികം ദൂരമല്ല, ജനങ്ങളോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇദ്ദേഹത്തിനെ ഒതുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചില കേസുകൾ അദ്ദേഹത്തിനെതിരെ ഉണ്ടായിരുന്നു, കേസുകളും പരാതികളും ഒക്കെ. അതൊക്കെ തന്നെ അറിയാലോ, അതൊക്കെ രാഷ്ട്രീയത്തിലെ ഒരു പതിവ് സംഭവമാണ്. മൂന്നാമതൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയിട്ട് ആകാശത്ത് നിന്ന് സംസാരിക്കുകയും തിളങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുന്നത് കൂടിയാണ് രാഷ്ട്രീയം. അത് സുരേന്ദ്രന് പറ്റുന്നില്ലെങ്കിൽ പറ്റുന്നവരെയൊക്കെ, പണിക്കരെയും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, അതിലൊരു കാര്യമില്ല. അങ്ങില്ല പൊങ്ങൽ എന്താണ് പറയുക, അപ്പൂപ്പൻ താടിയല്ല. അപ്പൂപ്പൻ താടികൾ എന്നല്ലല്ലോ അവരെ വിളിക്കേണ്ടത്. അവർ മണ്ണിൽ നിന്ന് പൊങ്ങിപ്പോയ, മണ്ണില്ലാതെയല്ല, മണ്ണിൽ നിന്ന് പൊങ്ങിപ്പോയ സ്റ്റാഴ്സാണ്, താരമൂല്യം നേടിയവരാണ് അവരല്ലേ. അതുകൊണ്ടല്ലേ അവരെ ആളുകൾ തിരിച്ചറിയുന്നത്. സുരേന്ദ്രനെ തിരിച്ചറിയാത്തവർ പോലും ശ്രീജിത്ത് പണിക്കരെയും സന്ദീപ് വാര്യരെയൊക്കെ കാണുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ ഒടുവിൽ നമുക്ക് ഈ എന്തായിരിക്കും തീർച്ചയായിട്ടും ഒന്നും ശരിയാണ്. ഇപ്പോൾ 2 സാധ്യതയേ BJPയോ കൃഷ്ണകുമാറോ രാഹുൽ മാങ്കൂട്ടത്തിലോ. ഞാൻ ആവർത്തിച്ച് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം അനായാസം ജയിച്ചു കയറുന്ന ഒരു ചിത്രം ഇപ്പോൾ ഹരിയാന പോലെ ആകുമോ? കാത്തിരിക്കാന്നേ. ശരി, ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.